പ്രഭാസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നാഗശ്വിൻ അണിയിച്ചൊരുക്കി ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമായ കൽക്കി എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കും OTT അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പ്രഭാസ്, കമലഹാസൻ, ദീപിക പദുക്കോൺ, അമിതാഭ് ബച്ചൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി നാഗശ്വിൻ അണിയിച്ചൊരുക്കിയ ചിത്രമാണ് കൽക്കി 2018-98 AD എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ്, ഒരു ആദ്യ ദിനം മുതൽ മികച്ച അഭിപ്രായം നേടിയ റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കുകയും ചെയ്ത ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിന് തരംഗമായിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ട്. അത് വർക്കിംഗ് ഡേ ആയിട്ട് പോലും ചിത്രത്തിന്റെ ചൊവ്വാഴ്ച കളക്ഷന് യാതൊരുവിധ ഇടിവും സംഭവിച്ചിട്ട് ഇന്നലത്തെ മാത്രം കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 1,30,00,000 ഒരു തുകയാണ് ഇന്നലെ വർക്കിംഗ് ഡേ ആയിട്ട് പോലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മലയാളം പതിപ്പ് 3D തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്, കൊച്ചി പോലത്തെ മെയിൻ ടൗണുകളിലെല്ലാം തന്നെ ചിത്രത്തിന്റെ എല്ലാ ഷോയും ഹൗസ്ഫുൾ ആയിട്ട് മാറുമ്പോൾ ബാക്കി എല്ലാ സെന്ററുകളിലോട്ടും ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു ബുക്കിംഗ് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ഇതിനോടകം തന്നെയുള്ള 5 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം 13 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫാർ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ്, ദുൽഖറും ചിത്രത്തിൽ കമിയോ റോളി വന്നുകൊണ്ട് തന്നെ ചിത്രത്തിന് വലിയൊരു മുതൽക്കൂട്ടായിട്ട് ഇതും മാറുന്നുണ്ട്. എന്തൊക്കെയാണ്, 1000 കോടിയിലോട്ടുള്ള കുതിപ്പാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന കൽക്കി എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണല്ലോ, ഈ ഒരു സിനിമയ്ക്ക് 1000 കോടി നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു നിങ്ങളുടെ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം കൽക്കി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കും OTT അപ്ഡേറ്റ്സുകൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.